ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഞാൻ വീണ്ടും ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. എൻ്റെ സ്ഥിരം ഹോസ്പിറ്റലായ ലേക്ക് ഷോർ ഹോസ്പിറ്റൽ. ഇങ്ങോട്ട് പോകുന്നതേ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അതാണ് എൻ്റെ മുഖം ഇങ്ങനെ മത്തങ്ങ പോലെ ഇരിക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷം ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് നടത്തുകയാണ്. ഏകദേശം 6 മാസമായി. മുട്ടുവേദന ഭയങ്കരമായിട്ട് കൂടി, ഒരു രക്ഷയില്ലാത്ത വേദനയായി. എനിക്ക് സഹിക്കാൻ വയ്യാതാകുമ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത് കേട്ടോ. എൻ്റെ സഹനശക്തി കുറച്ച് കൂടുതലാണ്. കാരണം എൻ്റെ ഹിസ്റ്റക്ടമി കഴിഞ്ഞ് വരെ സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം ഡോക്ടർ തന്നെ വന്ന് പറഞ്ഞു വേദനയാണ്, എന്താ പറയാൻ ഞാൻ പോസ്റ്റ് ഓപ്പറേറ്റീവിൽ കിടന്നിട്ട്. അങ്ങനെ ഞാൻ അത്രയും വേദന സഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് സഹിക്കാതാകുമ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഇതിപ്പം ഞാൻ കുറച്ച് നാൾ മുമ്പ് സെനാക്കൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊസീജിയർ, ഇൻജെക്ഷൻ പോലൊരു സംഭവമാണ്, അതെടുത്തതാണ് മുട്ടുവേദനയ്ക്ക്. അത് ഇപ്പോൾ വീണ്ടും ഒരു രക്ഷയില്ലാത്ത വേദനയായിട്ട് വീണ്ടും ഇപ്പോൾ ഡോക്ടറിനെ കാണാൻ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണമെന്ന്. പക്ഷേ ഇഞ്ചക്ഷൻ എടുത്ത് ദുഃഖത്തിൽ കിടക്കുന്ന പുത്രിയെ കണ്ടു. കാല് മുട്ട് നല്ല വീർത്തിരിപ്പുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇഞ്ചക്ഷൻ 1-2 ദിവസം വേദന കാണും, അങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇന്ന് വേദന കൂടുതലാണെന്നും പറഞ്ഞുകൊണ്ട് കിടപ്പുണ്ട്. സർജറി ഇപ്പം തൽക്കാലം ഒരു ജൂലൈയിൽ വരെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ റീസൺ ഞാൻ പറയാൻ വഴിയേ. അപ്പം കുറച്ച് നാളത്തേക്ക് എനിക്ക് സർജറി എന്ന് പറഞ്ഞാൽ നീ റീപ്ലേസ്മെൻറ്റേ ഉള്ളൂ ഇതിനൊരു പരിഹാരം. പക്ഷേ നീ റീപ്ലേസ്മെൻറ്റ് ഇപ്പോഴേ ചെയ്യില്ല, ഒരു 10-60 വയസ്സായിട്ടേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിന് പകരം ഇപ്പം വേറൊരു പ്രൊസീജിയറുണ്ട്, ഒരു എപ്പി സീലർ എന്നും പറഞ്ഞിട്ട് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ അതുകൊണ്ട് അതിപ്പം ചെയ്യണോ വേണ്ടയോ നമുക്ക് ആലോചിക്കണം. അത് റീസെൻ്റായിട്ടും അതൊരു പ്രൊസീജിയറാണെന്ന് പറഞ്ഞു. അപ്പം അതും ഇപ്പം നമുക്ക് ചാടിക്കയറി ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു, ഡോക്ടർ തന്നെ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് സെനാക്കൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇഞ്ചെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് PRP പോലൊരു സംഭവമാണ്. 1 to 2 years ലാസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇതാണ് ഞാൻ 6 മാസം മുമ്പ് ചെയ്തതാണ്. പക്ഷേ എനിക്കൊരു 2 വർഷം പോലും നിന്നില്ല അതിൻ്റെ എഫക്റ്റ്. തന്നെ നീ അത്ര വേഴ്സായിട്ടാണ്. പിന്നെ ഞാൻ ഡാൻസും കൂടെ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. ഡോക്ടർ തന്നെ പറഞ്ഞു ഡാൻസ് ചെയ്യാതിരുന്നൂടെ എന്നോട് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു. പക്ഷേ എൻ്റെ മൈൻഡ് റിലീഫിന് വേണ്ടി ഞാൻ ചെയ്യുന്നൊരു സംഭവമാണ്. അത് നിർത്തിയാൽ നമ്മുടെ ഒരു മൈൻഡ് റിലാക്സേഷൻ ഇല്ല, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് മുട്ട് വീണ്ടും വഷളായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത്. ഇപ്രാവശ്യം ഡോക്ടർ MRI ഒന്നും ചെയ്യാൻ പറഞ്ഞില്ല. ഡോക്ടർ നല്ല വഷളായിക്കാണ്, MRI ഒന്നും ചെയ്യണ്ട. കാരണം അതിന് വേണ്ടി വീണ്ടും നമുക്ക് പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് അതിനും വേണ്ടി പൈസ വീണ്ടും ചിലവാക്കുന്നതെന്ന് പറഞ്ഞിട്ട് സെനാക്കൈൻ പ്രൊസീജിയർ തന്നെ ചെയ്യാം. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുത്തത് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയാണ് ബ്ലഡ് എടുക്കുക. പിന്നെ 3 മണിക്കൂറൊക്കെ സെൻട്രിഫ്യൂജ് ചെയ്യാനൊക്കെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് സെനാക്കൈൻ ഇഞ്ചെക്ഷനും കൂടെ ചേർത്തിട്ട് ബോഡിയിലോട്ട് മുട്ടിൽ ഡയറക്റ്റായിട്ട് ഇഞ്ചെക്ട് ചെയ്യാണ്. അപ്പം ഇപ്രാവശ്യം നല്ല അസല വേദനയായിരുന്നു. 2 ദിവസം അനങ്ങാൻ വയ്യ. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും സഹിക്കാം. മുട്ടന്മാരി എന്തോ ഒരു കല്ല് കയറ്റി വെച്ചോളത്തെ കാലിൽ എനിക്ക് നടക്കാൻ വയ്യായിരുന്നു 2 ദിവസം. അപ്പം ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ് വന്ന മുട്ടിലോട്ട് ഡയറക്റ്റ് കുത്തുകയാണ്. ഭയങ്കര വേദനയായിരുന്നു. അപ്പം നേരത്തെ ഉണ്ട് അതിനേക്കാളും സഹിക്കാൻ വയ്യാത്ത വേദനയായിട്ട് ഞാൻ ഇരിക്കുകയാണ്. അപ്പം എത്ര ദിവസം വന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം. അപ്പം ഞാൻ പിറ്റേ ദിവസം ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് രാവിലെ ഒരു ഉപ്മാവും മുട്ടക്കറിയും ഉണ്ടാക്കുവാണ് കേട്ടോ. ഇതിപ്പം വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഫുഡ് പ്രോസസ്സറിൽ വെച്ചിട്ട് കുറച്ച് സവോളയും ക്യാരറ്റും ഒക്കെ അങ്ങ് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ഉപ്മാവിന് വേണ്ടിയിട്ട്. കാരണം ഉച്ചയ്ക്കത്തേക്കും കൂടെ ഹെവി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇതിപ്പം ഞാൻ ഒരു ഇൻഡസ് വാലിയുടെ ഒരു കടായി മേടിച്ചതാണ് കേട്ടോ. എനിക്കിങ്ങനത്തെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതൊക്കെ കാണുമ്പോഴും മേടിക്കുമ്പോഴും കുറച്ച് സന്തോഷം കിട്ടും. എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. ഇത് മേടിച്ചിട്ട് കുറേ ദിവസമായി. അപ്പം ഇന്ന് എനിക്ക് ഈ പെട്ടി ഒന്ന് ഓപ്പൺ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെയാണ് എടുത്തത്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇത് ഒരു മെറ്റൽ സ്പൂൺ ഫ്രണ്ട്ലിയാണ്. അതാണ് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത്. തടിത്തവയൊന്നും യൂസ് ചെയ്യേണ്ട. പിന്നെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സീസണിങ് ആണ്. അപ്പം നിങ്ങൾ എപ്പോഴും എന്നോട് കുറേ കമൻറ്റ്സ് വരാറുണ്ട്, ഈ കാസ്റ്റ് അയൺ പാൻ ഞാൻ യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ ഇത് സീസൺ ചെയ്യുന്നത് എങ്ങനെയാണ്. അതാണ് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇൻഡസ് വാലിയുടെ കാസ്റ്റ് അയൺ കടായുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ സീസൺ ചെയ്യേണ്ട. ഇത് ഓൾറെഡി പ്രീ സീസൺഡാണ്. ജസ്റ്റ് നമ്മൾ നന്നായിട്ട് സോപ്പ് ഇട്ട് കഴുകിയെടുത്താൽ മതി. ഓൾറെഡി അവർ
സീസൺ ചെയ്താണ് നമുക്ക് തന്നെ. നമുക്ക് എപ്പോഴും അറിയാമല്ലോ, നമ്മൾ കാസ്റ്റ് അയൺ കടായി ആകുമ്പോഴത്തേക്കും നാച്ചുറൽ കുക്കുവറാണ്, ടോക്സിക്സും കെമിക്കൽസും ഒന്നും തന്നെ ഉണ്ടാവില്ല. അതിനകത്ത് അയൺ ധാരാളം ഉള്ളത് കാരണം തന്നെ നമുക്കൊരു നാച്ചുറൽ ഹെൽത്തി കുക്കിംഗ് ആണ്. ഡെയിലി യൂസിന് നന്നായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. വർഷങ്ങളോളം അതിൻ്റെ വില നോർമൽ ഒരു സാധാരണ ഫാൻ പോലെ ആയിരിക്കത്തില്ല, അങ്ങനെ ഭയങ്കര കൂടുതലൊന്നും അല്ല. നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാന്നുള്ളതാണ്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അത് ഇത് ചീത്തയാവാതെ യൂസ് ചെയ്യേണ്ടി എന്നുള്ളത്. എത്ര വർഷങ്ങളോളം യൂസ് ചെയ്യുകയും ചെയ്യാം. അതിൻ്റെ ചൂടും ഒക്കെ എപ്പോഴും ഫ്ലെയിം കുറച്ച് നമ്മൾ ഉണ്ടാക്കണം. എപ്പോഴും എല്ലാവർക്കും നോൺ സ്റ്റിക്കിനെക്കാട്ടിലും ഈ അയൺ ഉണ്ടാക്കുന്ന എല്ലാവർക്കും പറയാം അടി പിടിക്കത്തില്ല, കയ്യത്തില്ല. ഞാൻ ഇപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കുന്നത്, ഉപ്മാവും കറിയും ഞാൻ സെയിം പാനിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഉപ്മാവിൻ്റെ ഇപ്പം ഞാൻ എങ്ങനെയാണെന്ന് പറയേണ്ട കാര്യമില്ല. ആദ്യം കുറച്ച് കടുക് പൊട്ടിച്ച് ഇഞ്ചിയും പച്ചമുളകും സവോളയും വഴറ്റി ക്യാരറ്റും ഇട്ടു. നെയ്യിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഉപ്പ എപ്പോഴും നെയ്യിലാണ് ചെയ്യുന്നത്. ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ അയൺ കടായിൽ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഫ്ലെയിം ഇങ്ങനെ കൂട്ടി വെക്കരുത്, അപ്പോഴാണ് എപ്പോഴും അടിയിൽ പിടിക്കുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, വെള്ളം ആദ്യം ഒഴിക്കത്തില്ല. റോസ്റ്റഡ് റവ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വെള്ളത്തിന് അങ്ങനെ കണക്ക് നോക്കാറില്ല കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഈ അയൺ കടായിയുടെ അതാണ് ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഉപ്മാവും കൂടെ എങ്ങനെ ഉപ്മാവ് ഉണ്ടാക്കുന്നത് നിങ്ങൾ വിചാരിക്കാതിരിക്കാൻ വേണം പറഞ്ഞത്. അപ്പോൾ നമ്മൾ അയൺ കടായിൽ ചെയ്യുമ്പോൾ എപ്പോഴും ഫ്ലെയിം കുറച്ച് വെക്കുക. അപ്പം അടിയിൽ പിടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഫ്ലെയിം കൂട്ടി വെക്കുമ്പോഴാണ് ആ ഒരു ഹീറ്റ് ബാലൻസ് ആവാതെ എപ്പോഴും അടിയിൽ പിടിച്ചു പോകുന്നത്. അപ്പം ഞാനിപ്പം സ്ഥിരമായിട്ട് അയൺ കടായിൽ ചെയ്യുന്നതുകൊണ്ട് ആദ്യമൊക്കെ എനിക്കും പ്രയാസമായിരുന്നു. ഇപ്പം എനിക്ക് ആ ഒരു ടെക്നിക്ക് ഗുഡൻസ് പിടികിട്ടി. അപ്പം ഇപ്പം തന്നെ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ തന്നെ ആ ലോ ഹീറ്റിൽ, കാരണം അതിനകത്ത് കുറച്ച് ചൂടാവാനായിട്ട് ടൈം എടുക്കും. പക്ഷെ വൺസ് ചൂടായാലും പിന്നെ അത് നല്ലൊരു ചൂടിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്യാസിൽ ലാഭിക്കാം കേട്ടോ. ഗ്യാസ് മറ്റേ കുറ്റിയുള്ളവർക്കും അല്ലാതെ നോർമൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്കൊക്കെ ഗ്യാസിൻ്റെ ഇതും ലാഭിക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ രീതിയിലാണ് കേട്ടോ ഉപ്മാവ് ഉണ്ടാക്കുന്നത്. നമുക്കിപ്പം കണ്ടപ്പോൾ മനസ്സിലായി. വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് പിന്നെ അത് ഇച്ചിരി നേരം അടച്ചു വെക്കും വേകാനായിട്ട്. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് കറക്റ്റായിട്ടിരിക്കും. ഒരു 5 മിനിറ്റ് പിന്നെ അത് അടച്ചു വെക്കും. പിന്നെ അടുത്ത ഞാനിപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ടൊമാറ്റോയും ആദ്യം ഞാൻ കുറച്ച് കാഷ്യൂ കുതിരാനിട്ടായിരുന്നേ. അപ്പം കാഷ്യൂവും ടൊമാറ്റോയും കൂടെ അതൊരു ഈസി എഗ് മസാല ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അപ്പം അധികം നേരം വഴറ്റുമൊന്നും വേണ്ട. അപ്പം ഒരു 5-6 ടൊമാറ്റോ, ഇതിപ്പോൾ ഞാൻ 2 ദിവസത്തേക്ക് കാല് വയ്യാത്തതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലും ഉണ്ടാക്കുകയാണ്. ടൊമാറ്റോയും കാഷ്യൂവും കൂടെ അരച്ച് വെക്കുകയാണ്. ആ സമയം 5 മിനിറ്റിനാകും, 5 വേണ്ട ഒരു 3-4 മിനിറ്റിനാകും ലോ ഫ്ലെയിമിൽ വെക്കുമ്പോഴത്തേക്കും ഈ ഉപ്മാവ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടോ അത്രേ ഉള്ളൂ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉപ്മാവ് റെഡിയായി. ഇനി ഞാൻ ആ പാനിൽ തന്നെ അടുത്ത് മുട്ടക്കറി ഉണ്ടാക്കുകയാണ്. ജസ്റ്റ് അതിൽ നിന്ന് ഉപ്മാവെല്ലാം കൂടെ ചുരണ്ടി ഒന്ന് എടുക്കത്തേ ഉള്ളൂ. കഴുകിയൊന്നുമില്ല കേട്ടോ. കഴുകാനായിട്ട് എടുക്കുകയാണെങ്കിൽ അത് പിന്നെ തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം, കുറേ നേരം വേണം. അതുകൊണ്ട് ആ പാത്രം കഴുകുന്ന മെനക്കേട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ സെയിം പാനിൽ തന്നെ അടുത്ത് മുട്ടക്കറി ഉണ്ടാക്കുകയാണ്. അപ്പം എണ്ണ ഒഴിച്ചിട്ട് ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇങ്ങനെ കുറേ അരച്ച് വെക്കുമല്ലോ. അരച്ച് വെച്ചത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തി കേട്ടോ. ചുരണ്ടി വടിച്ച് ഏകദേശം ഒരു ടീസ്പൂൺ ഉണ്ടാവും, അത്ര ഇട്ടു. പിന്നെ സവോള ചോപ്പറിൽ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന് സവോള ഒരു 2-3 സവോള ചോപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഞാൻ 2-3 ദിവസത്തേക്കൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. കുറച്ചധികം വന്നു തോന്നും. ഇത് 2-3 സവോള ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു. ഇത് മുട്ടക്കറിക്കാണ്. അതൊന്ന് വലുതായിട്ട് അങ്ങനെ ബ്രൗൺ നല്ലപോലെ വഴണ്ടി വരുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അത് വഴണ്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ അരച്ച് വെച്ച ആ പേസ്റ്റും കൂടെ ഇട്ടിട്ട് പേസ്റ്റ് ഇട്ടിട്ട് പിന്നെ പേസ്റ്റ് ഇടുന്നതിന് നമുക്ക് പൊടികൾ ചേർക്കണം. ഇട്ടുപോയി മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കണം. സവോള ഒന്ന് ചെറുതായിട്ട് വാടി കഴിയുമ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി ഒരു 1.5 to 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയും കൂടെ ചേർത്ത് മുളക് പൊടിയുടെ പച്ച ടേസ്റ്റ് മാറിക്കഴിയുമ്പോഴാണ് ഈ അരച്ച് വെച്ചിരുന്ന പേസ്റ്റ് ചേർക്കുന്നത്. അരച്ച് വെച്ചിരുന്ന പേസ്റ്റ് ചേർത്ത് ജസ്റ്റ് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് പിന്നെ അടച്ചു വെക്കണം. കാരണം പടപടാ തെറിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ അത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളവിടെ കൂടെ നിൽക്കുകയും വേണ്ട. അതായിരുന്നു ഞാനിത് ഉണ്ടാകാൻ കാരണം എനിക്കവിടെ പോയി ഇരിക്കുമല്ലോ. ഞാനത് അടച്ചു വെച്ചിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴത്തേക്ക് ആ ടൊമാറ്റോ ഒക്കെ നല്ല പച്ച ടേസ്റ്റ് മാറിയിരിക്കും. അടച്ചു വെച്ചിട്ട് പോയി കഴിയുമ്പോൾ അടച്ചു വെച്ചിട്ട് തെറിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി തണുത്ത വെള്ളം ഒഴിക്കല്ലേ, തിളച്ച വെള്ളം, അല്ലെങ്കിൽ ഒരു പച്ച വെള്ളത്തിൻ്റെ ടേസ്റ്റ് വരും. അതുകൊണ്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു. എത്ര ലൂസായിട്ടുള്ള ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ്
കസൂരി മേത്തി ഏകദേശം ഒരു ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുത്തു. പിന്നെയും അത് കഴിഞ്ഞിട്ടും ഇച്ചിരി കൂടെ നേരം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ചുകൂടെ നേരം ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വെക്കണേ. അടച്ചു വെക്കാൻ പറയുന്ന കാര്യം തെറിക്കാതിരിക്കാനാണ്. പിന്നെ ഒരു പച്ച ടേസ്റ്റ്. പിന്നെ ഒരു ഗരം മസാല ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ ഗരം മസാല ഓർ ചിക്കൻ മസാല വാട്ടവർ അത് ഒരു 1/2 ടീസ്പൂൺ, ഒത്തിരി വേണ്ട, മസാലയുടെ ഫ്ലേവർ ഒരുപാട് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ to 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് അടച്ചു വെച്ച് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ പുഴുങ്ങിയ മുട്ടയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിയുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ആക്കാം. മുട്ട മസാല റെഡി. അപ്പോൾ ഇങ്ങനെ മുട്ടക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ, നല്ലതാണ്. ഇത്രയായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു പരുവായി. കാലം വീണ്ടും കുറച്ച് നിൽക്കാൻ വയ്യാതെ. എനിക്ക് 2 ദിവസം നല്ല വേദനയായിരുന്നു. ഈ എല്ലാ ആഴ്ചയും ഇഞ്ചക്ഷൻ ഉണ്ട്. എല്ലാ ആഴ്ചയും 3 ആഴ്ചത്തേക്ക് 7 ദിവസം ഗ്യാപ്പിൽ ഇഞ്ചക്ഷൻ എടുക്കണം. ഒരു രക്ഷയില്ല. പക്ഷെ എന്താണ്, ഷോ മസ്റ്റ് മൂവ് ഓൺ എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ. ഡാൻസ് നിർത്തിക്കൂടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡാൻസ് നിർത്താൻ എനിക്കൊരു മനസ്സിന് ആശ്വാസമാണ്. പിന്നെ നമുക്ക് മുട്ട് വേടിക്ക് വേദന കുറയും, പക്ഷെ എനിക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എനിക്കിപ്പോൾ നടക്കാൻ പോലും പോകാൻ പറ്റത്തില്ല, കാരണം നടപ്പും എൻ്റെ വേദന കൂട്ടും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എനിക്ക് എപ്പോഴും കിടക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ഒരുപാട് എൻ്റെ മൈൻഡ് റിലീഫിൽ ഞാൻ സൈക്കോളജിക്കൽ ഹെൽപ്പ് എടുക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ മാനസികമായി ആകെ തകർന്നു പോകും. അപ്പം എനിക്കിതെങ്കിലും ചെയ്തേ പറ്റുള്ളൂ മുന്നോട്ട് പോകാനും ജീവിക്കാനും ഒക്കെ. അപ്പം എന്തെങ്കിലും അത് കച്ചിത്തുരുമ്പ് വേണമല്ലോ നമുക്ക് ജീവിക്കാൻ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ. പിന്നെ കുറേ പേരെ നമുക്ക് സഹായിക്കാൻ പറ്റുന്നവരെയൊക്കെ സഹായിക്കുക, അങ്ങനെ പോകുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ബാക്കി കറികൾ എടുത്ത് പാത്രത്തിലാക്കി നെക്സ്റ്റ് ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുത്തു വെച്ചു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് ലോങ് വീഡിയോ ഇടുന്നതെന്ന് പറയുമ്പോൾ വേദന കൊണ്ടാണ് കേട്ടോ. ഷോർട്സൊക്കെ ഇടയ്ക്ക് ഇടുന്നുണ്ടായിരുന്നു. നിങ്ങളിടയ്ക്ക് ഷോർട്സ് ചെക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്യുക. എനിക്കറിയാം വീഡിയോ ഇടുന്ന ഡ്യൂറേഷൻ കുറവാണ്, പക്ഷേ ഞാൻ പറ്റുമ്പോഴൊക്കെ ഷോർട്സ് ഇടാൻ ശ്രമിക്കാം കേട്ടോ. ഇതേപോലെ ഇരുന്ന് എഡിറ്റ് ചെയ്യാനുള്ള പാടുന്ന. പിന്നെ ഈ അയൺ കടായി ഇതേപോലെ നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഞാൻ ഇപ്പോൾ വെയിലത്ത് വെക്കുന്നതിന് പകരം ഇതേപോലെ സ്റ്റൗ ടോപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പം കുറച്ച് എണ്ണയിട്ട് ബ്രഷ് ചെയ്ത് നന്നായിട്ട് ഹീറ്റായി കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്ത് വെക്കും കേട്ടോ. എന്നിട്ട് തണുത്തിട്ടാണ് കബോർഡിൽ വെക്കുന്നത്. ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ എത്ര വർഷങ്ങൾ വേണമെങ്കിലും അത് തുരുമ്പ് പിടിക്കാതിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് അയൺ പാത്രങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത് കഴുകിയൊക്കെ വെക്കുമ്പോഴത്തേക്കും തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ചെയ്താൽ മതി അയൺ പാത്രങ്ങൾ സ്റ്റോർ ചെയ്യാം കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മുല്ലേടൻ്റെ വാട്ടർ ബലൂൺ കട്ട് ചെയ്യാണ്. മുല്ലേടൻ ഇതേപോലത്തെ ഹെൽപ്പുകളൊക്കെ ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാനേജ് ചെയ്താണ് ഇങ്ങനെ പോകുന്നത്. ഇനിയും അടുത്ത ആഴ്ചത്തെ ഇഞ്ചക്ഷൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഇങ്ങനെ ടെൻഷൻ വരികയാണ്. വേദന സഹിക്കണമല്ലോ, അത് കഴിഞ്ഞ് 2 ദിവസം ഇങ്ങനെ ഇരിക്കണമല്ലോ. വെറുതെ ഇരിക്കുന്നത് കുറച്ച് പാടും, കാരണം വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.